ഹലോ ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ടിഫിൻ ഐറ്റം എന്ന് തന്നെ ഉണ്ടാക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. കാരണം നമ്മളുടെ ദിവസങ്ങൾ ഇങ്ങനെ നമ്മൾ എണ്ണി മുന്നോട്ട് പോവാണ്. 21 ഡേയ്സ് 3 ആഴ്ചയാണ് നമ്മൾ ലോക്ക്ഡൗൺ ആയിട്ടിരിക്കുന്നത്. കുഴപ്പമില്ല, ഇത് ഒരു പ്രത്യേക സാഹചര്യമാണ്, നമ്മളെല്ലാവരും സഹകരിക്കുന്നു. എല്ലാവരും ഇപ്പോൾ കംഫർട്ടബിൾ ആയിക്കൊണ്ടിരിക്കുവാണ്. കാര്യം നമുക്ക് അറിയാലോ, റിയാലിറ്റി ഫേസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് സ്വയം അതിന് അനുസരിച്ചിട്ട് അഡാപ്റ്റ് ചെയ്യും. മനുഷ്യൻ്റെ സ്വഭാവം എപ്പോഴും അങ്ങനെയാണ്. സാഹചര്യങ്ങളാണ് മനുഷ്യനെ മോൾഡ് ചെയ്യുന്നത്. എന്താണോ സാഹചര്യം അതനുസരിച്ചിട്ട്. ഇപ്പോൾ എന്തായാലും നമ്മൾ ഗവൺമെൻറ്റിന് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നു. നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കുന്നത് മറ്റുള്ളവരിലേക്ക് അത് പകർന്നു പോകാതിരിക്കാനാണ്. അപ്പോൾ അതാണ് നമ്മൾ സ്വയം സൂക്ഷിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ നമ്മൾ സുരക്ഷിതരാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് ഒരുപാട് ലാവിഷായിട്ടല്ല നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകേണ്ടത്. മിതമായ കാര്യങ്ങൾ, കിട്ടുന്ന കാര്യങ്ങൾ കുറേയൊക്കെ അവൈലബിലിറ്റി ഉണ്ട്, ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഓണം പോലെ നമ്മൾ പറയില്ലേ, അതാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അവശ്യ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തീരെ നമുക്കൊന്നും കിട്ടാതെ അല്ല ഇരിക്കുന്നത്. ചില കടകളൊക്കെ തുറന്നിട്ടുണ്ട്. കുറച്ച് നിശ്ചിത സമയത്തിൽ പോയി വാങ്ങാം. ഇടയ്ക്ക് വീട്ടിൽ നിന്ന് ഒരു അംഗത്തിന് പോയി വാങ്ങാം, അല്ലെങ്കിൽ വീട്ടിലെത്തിക്കാനുള്ള സംവിധാനം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഗവൺമെൻറ് തരുന്നുണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് മിനിമം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അരി, പയറുവർഗ്ഗങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കും. പച്ചക്കറികളുടെ കാര്യത്തിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും കിട്ടില്ല. എന്നാലും മിനിമം കാര്യങ്ങൾ, ഉരുളക്കിഴങ്ങ്, സവാള, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്യുക. ചെറിയ ഉള്ളി, പിന്നെ പച്ചമുളക്, ഇഞ്ചി മുതലായ കാര്യങ്ങൾ. പെറിഷബിളായിട്ടുള്ള ഒരുപാട് പച്ചക്കറികൾ നമുക്ക് സൂക്ഷിക്കാൻ ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു, നമുക്കിപ്പോൾ എല്ലാ ദിവസവും എന്തായാലും ബ്രേക്ക്ഫാസ്റ്റും രാത്രിത്തെ ഡിന്നറും ലഞ്ചും ഒക്കെ വേണമല്ലോ അല്ലേ. അപ്പോൾ ഡിന്നറിന് മാറ്റങ്ങൾ വരുത്താം, ഉച്ചയ്ക്കുള്ള കാര്യങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താം, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനും നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാം ഉള്ള സാധനങ്ങൾ വെച്ചിട്ട്. കാര്യം പുറത്തുനിന്നൊന്നും വാങ്ങാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് പെസറട്ട് എന്നാണ് പറയുന്നത്. ശരിക്കും ആന്ധ്രാക്കാരുടെ ഒരു ദോശയാണ് ഇത്. പയർ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ദോശയാണെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുമ്പോൾ അതിൽ ഉഴുന്നും അരിയൊക്കെ ചേർത്തുണ്ടാക്കുന്നു, കുറച്ച് സമയം ഫെർമെൻറ്റ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഇതിന് അങ്ങനത്തെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. കാര്യം നമ്മുടെ ചെറുപയർ വെള്ളത്തിലിടണം, ഒരു 8 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിട്ട് നല്ല നീറ്റായിട്ട് വരും. അത് കഴിഞ്ഞാൽ അത് കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നു. വേറെ ഒന്നും വേണ്ട, പയർ മാത്രം, വേറെ അരിയോ വേറെ മാവോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പ്യുവർ പ്രോട്ടീൻ എന്ന് തന്നെ പറയാം. പച്ച ദോശയാണിത്. ഇതാണ് പയർ ദോശ. അപ്പോൾ അതിന് ഞാൻ മിക്സിയുടെ ജാർ എടുക്കട്ടെ. അപ്പോൾ മിക്സിയുടെ വലിയ ജാറിലേക്ക് ഞാൻ ചേർക്കാൻ പോണ കാര്യങ്ങൾ നോക്കിക്കോളൂ. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ വീണ്ടും വെള്ളത്തിലിട്ട് വെച്ചു എന്നേ ഉള്ളൂ. ഇത് 1 കപ്പാണ് ഞാൻ വെള്ളത്തിലിട്ടിരുന്നത്. 1 കപ്പ് ചെറുപയർ. അപ്പോൾ ഡബിൾ ക്വാണ്ടിറ്റി വരും കുതിർന്ന് വരുമ്പോൾ. മുളകാണ്, പച്ചമുളക് 3ഓ 4ഓ ചേർക്കാം എരിവിനനുസരിച്ച്. അപ്പോൾ നമ്മൾ കുട്ടികളെയൊക്കെ മനസ്സിൽ കാണണം. ഇതിപ്പോൾ വലിയ പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 2 എണ്ണമേ ചേർക്കുന്നുള്ളൂ. ചെറുതാണെങ്കിൽ 4 എണ്ണം ആകാം. പിന്നെ ചെറിയ ഉള്ളി ഒരു 4ഓ 5ഓ, അത് ഞാൻ 2ആയിട്ട് മുറിച്ചിടുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, 4 ചെറിയ ഉള്ളി. ഇത്രയും കാര്യങ്ങൾ കണ്ടല്ലോ. ഇനി ഒരല്പം വെള്ളം ഒഴിക്കാം. ഇനി നല്ല മഷി പോലെ അരച്ചെടുക്കണം. പിന്നെ വെള്ളം ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കും. എത്ര അരഞ്ഞു നോക്കാം. ഓൾമോസ്റ്റ് അരഞ്ഞു, എന്നാലും ഒരു പ്രാവശ്യം കൂടി ഒന്ന് ബീറ്റ് ചെയ്യാം. അല്പം വെള്ളം കൂടി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അരഞ്ഞിട്ടുണ്ടാവും നല്ലതായിട്ട്. ഓക്കെ, നന്നായിട്ട് അരഞ്ഞു. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പാത്രത്തിലേക്ക് ഇത് നോക്കിക്കോളൂ. നല്ലതായിട്ട് അരഞ്ഞു കേട്ടോ, മഷി പോലെ പേസ്റ്റായിട്ട്. വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഇത്രയേ ഉള്ളൂ. സോ സിമ്പിൾ. ആ മിക്സി അല്പം വെള്ളം ഒഴിച്ച് കഴുകി, ഒട്ടും വേസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ. കറി കൊണ്ടൊന്ന് ഇളക്കാം. ഇനി ഇതിലൊരു കാര്യം, 2-3 കാര്യങ്ങൾ ചേർക്കാനുണ്ട്. ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ആ പച്ച നിറം അത് വേറൊരു ലെവലിലേക്ക് നമ്മൾ കൊണ്ടുപോവാണ്.
1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ആ പച്ചയെ കുറച്ചുകൂടി ഒന്ന് നമുക്ക് ഉറപ്പിച്ച് കിട്ടും ഈ യെല്ലോ ചേർക്കുമ്പോൾ. മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ദോശയ്ക്ക് ആവശ്യമുള്ള ഉപ്പ്. പിന്നെ ഒരല്പം മല്ലിയില ചെറുതായി അരിഞ്ഞ് അതിനകത്ത് ചേർക്കാം. അത് ഓപ്ഷണലാണ്, വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട, ഇഷ്ടമാണെങ്കിൽ ചേർക്കാം, പക്ഷെ ചേർത്താൽ ടേസ്റ്റ് കൂടും. അങ്ങനെ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നു. പിന്നെ ഇച്ചിരി വെള്ളം കൂടി എന്തായാലും വേണം, ദോശമാവിൻ്റെ പാകം. കോരി ഒഴിച്ച് പരത്താൻ പറ്റുന്ന രീതി. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ ഇനി ചേർത്ത് കൊടുത്താലും മതി. ഇനി ദോശക്കല്ല അടുപ്പിലേക്ക്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ദോശയാണ്, ഇത് വെച്ച് പുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് ഉഴുന്നൊന്നുമല്ല ചേരുന്നത്. ഉഴുന്നൊരു ധാന്യമാണ്. നമ്മൾ ഇഡ്ഡലി ദോശയൊക്കെ നല്ലതാണെന്ന് പറയില്ലേ, ഭയങ്കര നല്ലതാണ്. എന്താ കാര്യം? അതിനകത്ത് പ്രോട്ടീൻ ഉണ്ടെന്ന് പറയും. കാര്യം ഉഴുന്നിലുള്ള പ്രോട്ടീനാണ്. ഇതിപ്പോൾ അതിനേക്കാട്ടിലും എന്താ പറയുക, അതിൽ അരിയും കൂടി ഉണ്ട്, ഇതിൽ വേറെ ഒന്നുമില്ലല്ലോ. ഉഴുന്ന പോലെ തന്നെ പയറും വളരെ വളരെ നല്ലതാണ്. ഇച്ചിരി എണ്ണ തടവി ഒന്ന് നല്ല ചൂടായിട്ട്, ഒരുവിധം, ഒരുപാട് ചൂടായാലും പിന്നെ പരത്താൻ പാടായിരിക്കും. ഇച്ചിരി മാവ് ഒഴിക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒരു സൈഡ് ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ എണ്ണയോ നെയ്യോ ഏതെങ്കിലും ഇതിൻ്റെ മുകളിൽ തടവി കൊടുക്കാം. നല്ല മുരിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ നെയ്യാണ് തടവുന്നത്. എണ്ണയായാലും മതി, നല്ലെണ്ണയോ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമായ ഏത് എണ്ണയാണെങ്കിലും കുഴപ്പമില്ല. നല്ലെണ്ണ നല്ല കോമ്പിനേഷനായിരിക്കും. ഇതേ നോക്കൂ, നല്ല മൊരിഞ്ഞ് വരുന്നുണ്ടോ, നമ്മൾ നെയ് റോസ്റ്റൊക്കെ ചുടുന്ന പോലെ. അപ്പോൾ ഇതിപ്പോൾ ചൂട് കൂടിയിരിക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു റൗണ്ട് ഇങ്ങനെ ആക്കാം. എന്നിട്ട് ഒന്ന് തണുക്കാനായിട്ട് ആ വെള്ളം മാറ്റുന്നു. അപ്പോൾ അത് വീണ്ടും നോർമലാകും, അതിൻ്റെ ഒരു ചൂട് ക്രമീകരണം. അപ്പോൾ നമ്മളുടെ ദോശ ഇങ്ങനെ ഒരു സൈഡിൽ ചുട്ടുകൊണ്ടിരിക്കുമല്ലോ ഞാൻ. അപ്പോൾ ഞാൻ വെറുതെ നിൽക്കുന്നില്ല, ഇതിന് ചെറിയ ചമ്മന്തി വേണ്ടേ? നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചൊരു ചെറിയ ചമ്മന്തിയും കൂടി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ വേറൊരു അടുപ്പിലേക്ക് മാറ്റി കഴിഞ്ഞു. നമ്മുടെ പ്രധാന അടുപ്പ് ചെറിയ തീയിലാക്കി വെച്ചിരിക്കുക. ചുട്ട് കഴിഞ്ഞാൽ, അതായത് പരത്തി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ തീ കുഴപ്പമില്ല. പരത്തുന്ന വരെ ഇത് നോട്ട് സേഫ്, ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിലേക്ക് ഒരല്പം എണ്ണ, അത് വെളിച്ചെണ്ണ ആകാം, ഇപ്പോൾ വെളിച്ചെണ്ണ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു വഴറ്റൽ പ്രക്രിയയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. കുറച്ച് ചെറിയ ഉള്ളി ഉള്ളതുപോലെ, ഇല്ലെങ്കിൽ സവാള ആയാലും മതി. ഇതിപ്പോൾ ഞാൻ ചെറിയ ഉള്ളി ഉള്ളതുകൊണ്ട് ചെറിയ ഉള്ളി എടുക്കുന്നു. ഓക്കെ, വലുതും ചെറുതും എല്ലാം കൂടി ഇപ്പോൾ 1, 2, 3, 4 ഒരു 10-15 എണ്ണം ഉണ്ട്, ചെറുതും വലുതും എല്ലാം കൂടി ചേർത്തിട്ട്. ഇത്ര ഇല്ലെങ്കിലും വിഷമിക്കണ്ട, കുറച്ച് ചെറിയ ഉള്ളിയും ബാക്കി സവാളയായിട്ടും ചെയ്യാം. അപ്പോൾ ഒരു സൈഡിൽ ദോശയും ഞാൻ മറന്നിട്ടില്ല, അതിൻ്റെ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പുള്ളി. അപ്പോൾ എണ്ണ നല്ല ചൂടായിരിക്കുന്നു. അതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി, ഇതിപ്പോൾ ചെറിയ ഉള്ളിക്ക് പകരം സവാളയിലും ചെയ്യാം. അപ്പം നമ്മളുടെ ഉള്ളി റെഡി. ഇനി തീ ഓഫ് ചെയ്യുന്നു. ഞാൻ ഇത്ര മൂത്താൽ മതി. തീ ഓഫ് ചെയ്യുന്നു. എന്നിട്ട് കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിടാം. ഇനി ഒരു കാര്യം വേണ്ടത് മുളക് പൊടി, നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമുള്ള മുളക് പൊടി 1.5 മുതൽ 2 ടീസ്പൂൺ, എത്രയാണോ എരിവ് ഇഷ്ടം അത്രയും. പച്ചച്ചുവ മാറട്ടെ. എന്തായാലും ഇത് നമ്മുടെ പാത്രം നല്ല ചൂടായി കിടക്കുകയാണ്, അതുകൊണ്ട് ഈ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ചൂടുണ്ടാകുമല്ലോ. ഇത്രയും മതി. മൂത്തോളും. അപ്പോൾ ഉപ്പും ചേർത്ത് മുളകും ചേർത്ത്, ഇനി ഒന്നുമില്ല. ഇതൊരൽപ്പം ഒന്ന് തണുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് ചെറിയ ബൗൾ വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം.
അപ്പോൾ ഞാൻ ഈ ദോശക്കല്ല് സീസൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നല്ലോ. നമ്മൾ വേണമെങ്കിൽ വെള്ളം ഇങ്ങനെ കുറച്ച് കുടഞ്ഞിട്ട് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ വെള്ളം കുടഞ്ഞിട്ട് മാത്രം ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ തെറിക്കും, ഇങ്ങനെ സ്പ്ലട്ടർ ചെയ്യും ഭയങ്കരമായിട്ട്. അപ്പോൾ അതിൽ നല്ലത് ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ദോശക്കല്ല് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് ആ വെള്ളം ഒരു പാത്രത്തിലേക്ക് മാറ്റിയാൽ കല്ലിൻ്റെ ചൂട് നന്നായിട്ട് ലോ ആകും. എന്നിട്ട് അടുത്ത ദോശ എടുത്ത് എണ്ണ തേച്ചിട്ട് അടുത്ത ദോശ ഒഴിക്കുക. അപ്പോൾ വളരെ കറക്റ്റായിട്ട് നമുക്ക് പരത്താൻ പറ്റും. ഇനിയിപ്പം ഞാനിങ്ങനെ ഒരു സൈഡിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ അളവിൽ ഏതാണ്ടൊരു 8 വലിയ ദോശയാണെങ്കിൽ ഇപ്പം ഞാൻ വലിയ ദോശയായിട്ടാണ് ചെയ്യുന്നത്, നല്ല വലിയ നെയ്ദോശ. ഒരു 8 എണ്ണം കിട്ടും. പിന്നെ കുറച്ചുകൂടെ സൈസ് കുറയ്ക്കുകയാണെങ്കിൽ 10 എണ്ണം വരെ ആകാം. അപ്പോൾ ഇനിയിപ്പോൾ അപ്പോൾ നമ്മുടെ ചമ്മന്തിയും കൂടെ ഞാനൊന്ന് റെഡിയാക്കാൻ പോണു. മിക്സിയിലേക്ക് മാറ്റി കൊടുക്കാം. ചമ്മന്തി എരിവ് ശരിക്കും പറഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ മുളക് വരെ ആകാം. എരിവ് ഇഷ്ടം ഇച്ചിരി സ്പൈസി ആയിട്ട് കഴിക്കണമെങ്കിൽ. നമ്മുടെ ഉള്ളി ചട്നീസ് റെഡി. മതി, ഇത്ര അറിയാം മതി. നമ്മുടെ ചമ്മന്തി, നമ്മുടെ ഒണിയൻ ചമ്മന്തി ഈസ് റെഡി. ഇനി കുറച്ച് ഇതിനകത്തൊരല്പം കായപ്പൊടി, നിർബന്ധമില്ല, ഇട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആകും. കൂടാതെ കുറച്ച് വെളിച്ചെണ്ണ, നല്ല പച്ച വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂണും കൂടി ചേർക്കും. എന്നിട്ടൊന്ന് ഇളക്കാം. വെളിച്ചെണ്ണ ഇച്ചിരൂടെ ഒഴിച്ചാലും ടേസ്റ്റ് ആട്ടോ. ഒരല്പം കൂടി ആകാമല്ലേ. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കും. ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കിയാൽ മാത്രം മതി. ഓക്കെ. പിന്നെ എരിവ് ഇതിലും കൂടുതലാക്കണമെങ്കിൽ ആക്കാം. ഞാനൊരു 2 ഹീറ്റ് ടീസ്പൂൺ ചേർത്തു. അത് ഒരു ടീസ്പൂണും കൂടി ആയാൽ ടേബിൾ സ്പൂൺ ആകും. അത്ര ഇട്ടാലും കുഴപ്പമില്ല. അങ്ങനെ നല്ല ചൂടായിട്ടാണ് നമ്മളുടെ ഈ പെസറട്ട് അഥവാ പയർ ദോശ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇത് ആന്ധ്രാക്കാരുടെ വളരെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മൾക്കും ഇത് സ്വീകരിക്കാൻ പറ്റിയതാണ്. ഭയങ്കര നല്ല ചമ്മന്തി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കൂ. നമ്മുടെ ഉള്ളി ചമ്മന്തി. ഓ മൈ ഗോഡ്, എക്സലൻറ്റ്. ചമ്മന്തിയില്ലാതെ ഒന്നുമില്ലല്ലോ. ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള, മുളക് പൊടി, ഇത്രേ ഉള്ളൂ. പിന്നെ ഇതിന് ഞാൻ 2 വലിയ പച്ചമുളകാണ് ചേർത്തെങ്കിൽ ഒട്ടും തന്നെ എരിവില്ല. ശരിക്കും പറഞ്ഞാൽ 4 എണ്ണം ചേർത്താലും കുഴപ്പമില്ല. എൻ്റെ ഒരു നല്ല എരിവുള്ളതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പച്ചമുളക് അത്ര പോരാ. അപ്പം നമ്മളുടെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഇത് കാണിക്കാനുള്ളതുകൊണ്ട് ഞാൻ മുഴുവൻ ഇവിടെ വെച്ച് തന്നെ ഉണ്ടാക്കി തീർത്തു. ആക്ച്വലി അവരുടെ ടേബിളിൽ ഇരിക്കുമ്പോൾ ചുട്ടു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. നമ്മൾ നെയ്ദോശയൊക്കെ ചെയ്യുന്ന പോലെ മസാല ദോശയാക്കാം. ഓക്കെ. അപ്പോൾ ഇതിന് വേറൊന്നും വേണ്ട. എന്തായാലും നിങ്ങളുടെ വീട്ടിലെ പയറുണ്ടാവില്ല. കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുത്ത ഏറ്റവും ബെസ്റ്റാണ് ഇത്. നമ്മൾക്ക് സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തയക്കാം. വൈകുന്നേരം വരുമ്പോൾ 4 മണി പലഹാരമായിട്ട് കൊടുക്കാം, ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു കാലഘട്ടം, അതായത് നമ്മുടെ ലോക്ക്ഡൗൺ പീരീഡിൽ നമ്മൾ ചെയ്യുന്ന വ്യത്യസ്തമായ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ച് നമ്മൾ എങ്ങനെ രുചികരമായി പോഷകപ്രദമായി നമ്മൾ ഹെൽത്തി ആയിട്ടും വളരെ ഇമ്മ്യൂണായിട്ടും ഈ രോഗങ്ങളിൽ നിന്നെല്ലാമുള്ള ഇമ്മ്യൂണിറ്റിയൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഹെൽത്തി ഭക്ഷണം കഴിച്ച് മുന്നോട്ട് പോകണം. പോസിറ്റീവ് എനർജിയോടുകൂടി നമ്മൾ കൊറോണ വൈറസിനെ തുരത്തി ഓട്ടിക്കും. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ശുഭാപ്തി വിശ്വാസം ഓരോ ദിവസവും അങ്ങനെ മുന്നോട്ട് പോവുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.